വെരി ഗുഡ്. ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ആസിഫലിയുടെ അഭിനയം കൊള്ളായിരുന്നു. സൂപ്പറായിരുന്നു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആസിഫലിയുടെ ആക്ടിങ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാട്ടോ. തലവനിൽ ആസിഫ് അലിയുടെ റോളാണ് ഇഷ്ടപ്പെട്ടത്, അത് ഇതിനകത്ത് ആസിഫ് അലിയുടെ റോളാണ് ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ഒരു കമ്പാരിസൺ പറ്റുന്നില്ല. കാരണം പോലീസ് റോളുകളിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂമലിലാണെങ്കിലും ഇപ്പോൾ ഇന്ന് വന്ന രേഖാചിത്രത്തിലാണെങ്കിലും അതേപോലെ തന്നെ കുറ്റവും ശിക്ഷയും അങ്ങനെ കുറേ പോലീസ് റോള് ആസിഫ് നല്ലത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ പറ്റുന്നില്ല. എന്നാലും പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വലിയ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷേ നല്ല രീതിയിലാണ് ഡയറക്ഷൻ ചെയ്തേക്കുന്നത്. നല്ല രീതിക്ക് പോലീസ് സ്റ്റേഷൻ ചേരുന്നുണ്ട്. പിന്നെ നമ്മൾ തലവേനിൽ കണ്ടതല്ലേ, അതേപോലെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് തിയേറ്ററിലാണ്. തിയേറ്ററിൽ പുതിയതായിട്ട് ഇറങ്ങിയ ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ തലവൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് അടുത്തായിട്ട് പോലീസ് വേഷം കിട്ടിയിട്ടുള്ളത് ഈ സിനിമയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഈ സിനിമയിൽ ആസിഫ് അലിയുടെ ക്യാരക്ടറിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ വിവേക് ഗോപിനാഥ് എന്നാണ് ആസിഫ് അലിയുടെ നെയിം. ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ പോസ്റ്ററിനകത്ത് ഇവിടെ പോലീസിൻ്റെ ബാഡ്ജുണ്ട്, അതിനകത്തുനിന്ന് വായിച്ചതാണ് ഞാൻ. ഞാൻ സിനിമ കണ്ടിട്ടില്ല ഗൈസ്, നമ്മൾ സിനിമ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നതിൻ്റെ വീഡിയോ ഉടനെ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് അറിയാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് അടിപൊളി പടമാണെന്നാണ് തിയേറ്ററിൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. കാരണം കുറേ ആൾക്കാരുണ്ട് ഗൈസ്. പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയായിരുന്നു. ആസിഫ് അലിയുടെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. കിടിലം പടം. പടം എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആസിഫ് അലിയുടെ ആക്ടിംഗ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം പടം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാട്ടോ. പടം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ആസിഫ് അലിയുടെ അഭിനയം കൊള്ളായിരുന്നു. സൂപ്പറായിരുന്നു. പടം എങ്ങനെയുണ്ട്? പടം സൂപ്പർ. പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫിലിമായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ക്രൈം ത്രില്ലറില് അത് ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആസിഫ് അലിക്ക് പോലീസ് വേഷം ചേരുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ഓക്കെ, മ്യൂസിക് ഒക്കെയോ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാ ഫിലിമും എല്ലാം മൊത്തത്തിൽ നന്നായിരുന്നു. പടം എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം കൊള്ളായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. ആസിഫ് അലിയുടെ അഭിനയിക്കുകയോ? ആസിഫ് അലി നല്ലതായിട്ട് അഭിനയിച്ചു. നല്ല കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. നായിക അടിപൊളിയാണ്. അനശ്വരരാജൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഓക്കെ, ഇതൊരു ക്രൈം ത്രില്ലർ അല്ലേ, അത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആസിഫ് അലി വലിയ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷേ നല്ല രീതിയിലാണ് ഡയറക്ഷൻ ചെയ്തേക്കുന്നത്. നല്ല രീതിക്ക് പോലീസ് സ്റ്റേഷൻ ചേരുന്നുണ്ട്. പിന്നെ നമ്മൾ തലവേനിൽ കണ്ടതല്ലേ, അതേപോലെയാണ്. പടം എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അതെ, ആസിഫ് അലിയുടെ അഭിനയൊക്കെയോ? നല്ല അടിപൊളി. ഹീറോയിന്റെ അഭിനയം നല്ലായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കോ? മ്യൂസിക് കൊള്ളായിരുന്നു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു വട്ടം വന്ന് കാണാം. നല്ല മൂവിയാണ്. കൊള്ളാം. എല്ലാവരുടെയും ആക്ടിങ് കൊള്ളാം. ആസിഫ് അലിയുടെ അഭിനയൊക്കെയോ? സൂപ്പറായിട്ടുണ്ട്. നല്ലോണം ചെയ്തിട്ടുണ്ട്. പോലീസ് വേഷം ഇഷ്ടപ്പെട്ടോ ആസിഫ് അലിയുടെ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഹീറോയിനോ? കൊള്ളാം. എങ്ങനെയുണ്ട്? ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടോ പടം? ഓക്കെ, പടം എങ്ങനെയുണ്ടായിരുന്നു? പടം നല്ലതായിരുന്നു. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ഒക്കെ ആയിരുന്നു. പിന്നെ ഡീസന്റ് പടം തന്നെയായിരുന്നു. ഓക്കെ, ഈ പടത്തിൽ ആസിഫ് അലി അല്ലാതെ പോലീസ് വേഷം കേട്ടിട്ട് വേറെ ഏത് നടൻ ചെയ്താലായിരിക്കും ഈ പടം നല്ലപോലെ ഇതേ സെയിം സെറ്റപ്പിൽ വരുന്നത്? അങ്ങനെ ചോദിച്ചാ ഡിഫിക്കൽട്ടാണ്. നല്ല ആ ഒരു ഇമോഷൻസും
സിറ്റുവേഷൻ അനുസരിച്ചുള്ള എല്ലാം നല്ല അഭിനയമായിരുന്നു. ഓക്കെ, ഹീറോയിനോ? ഹീറോയിൻ അങ്ങനെ പറയാനായിട്ട് ഇതിലില്ല, ബട്ട് നല്ലതായിരുന്നു. അഭിനയിച്ച എല്ലാവരും നല്ലതായിരുന്നു. മ്യൂസിക് ഒക്കെയോ? മ്യൂസിക് എനിക്ക് Music, തോന്നുന്നു, song ഒക്കെ? ഒരു സോങ്ങേ ഉള്ളായിരുന്നു, അത് നല്ല സോങ് ആയിരുന്നു. കൊള്ളായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് ലാഗ് വന്നു, കുഴപ്പമില്ല. ആസിഫ് അലിയുടെ ആക്ടിംഗ് ഒക്കെയോ? സൂപ്പറായിരുന്നു. ഓക്കെ, മ്യൂസിക് ഒക്കെ എങ്ങനെ? നല്ലായിരുന്നു. ഓക്കെ, അപ്പോ പോലീസ് വേഷത്തിൽ ആസിഫ് അലി നല്ലതായിരുന്നു. തലവന്റെ ആട്ടും ഇത് സൂപ്പറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം നല്ലൊരു പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വർഷം ഏറ്റവും കാത്തിരുന്ന പടമായിരുന്നു ഈ ഇന്ന് വന്ന രേഖാചിത്രം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു പടം. മ്യൂസിക്കും സോങ്സും BGM ഒക്കെ? മ്യൂസിക് ചെയ്ത മറ്റേ കിഷ്കിന്താണ്ട് ചെയ്ത മറ്റേ പുള്ളിക്കാരൻ മുജീബ് മജീദ്, അങ്ങനെ ഒരു പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൽ മ്യൂസിക് ചെയ്ത. നല്ല വർക്കായിരുന്നു. തുടക്കത്തിൽ നല്ലൊരു ഇന്റൻസിറ്റി നല്ല ഫീൽ ചെയ്ത് നല്ലൊരു BGM വർക്കൊക്കെ ഉണ്ടായിരുന്നു. തലവല്ല ആസിഫ് അലിയുടെ റോളാണ് ഇഷ്ടപ്പെട്ടത്, അത് ഇതിനകത്ത് ആസിഫ് അലിയുടെ റോളാണ് ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ഒരു കമ്പാരിസൺ പറ്റുന്നില്ല, കാരണം പോലീസ് റോളുകളിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂമലിലാണെങ്കിലും ഇപ്പോൾ ഇന്ന് വന്ന രേഖാചിത്രത്തിലാണെങ്കിലും അതേപോലെ തന്നെ കുറ്റവും ശിക്ഷയും, അങ്ങനെ കുറേ പോലീസ് റോള് ആസിഫ് നല്ലത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ പറ്റുന്നില്ല, എന്നാലും പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പടം വെച്ചിട്ട് ഈ പടത്തിൽ തന്നെ ആസിഫ് അലീനെ മാറ്റിയിട്ട് വേറെ ഏത് നടത്തിനെ കൊണ്ടുവന്ന ഈ സെയിം രീതിയിലാവും? അങ്ങനെ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. മറ്റൊരു നടനെ ഇതിനെപ്പറ്റി ഒരു ക്യാരക്ടറിനെ സോർട്ട് ചെയ്ത് മറ്റൊരു റീപ്ലേസ് ചെയ്യാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കാണുന്ന രീതിയിൽ ആ നടനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പടം കാണുന്നത്. ഹീറോയിൻ 3 ഹീറോയിൻസ് വരുന്നുണ്ട്. അത് 3 ഹീറോയിൻസ് ഉള്ളു. പിന്നെ അനുശ്വര ഒരു ലക്കി ആക്ട്രസ് ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാരണം അനുശ്വരയുള്ള പടങ്ങളൊക്കെ നല്ല പെർഫോമൻസ് പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്, അത് ഹിറ്റും ആവുന്നുണ്ട്. അത് തന്നെ ഇത് ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഈ പടം ടോട്ടലി എങ്ങനെയുണ്ട്? ടോട്ടലി എനിക്ക് ഒരു നല്ലൊരു പടമായിട്ടാണ് തോന്നിയത്. ഈ വർഷം ഇറങ്ങിയ രണ്ടാമത്തെ പടമാണ് കണ്ടത്. ഫസ്റ്റ് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടാമത്തെ രേഖാചിത്രമാണ് കണ്ടത്. ടോട്ടലി നിരാശപ്പെടുത്തിയില്ല, നല്ലൊരു പടം. ഓക്കെ, ഈ വർഷത്തെ ആസിഫ് അലിയുടെ ഫസ്റ്റ് പടം അല്ലേ ഈ രേഖാചിത്രം? ഫസ്റ്റ് റിലീസായിരുന്നു. ഓക്കെ.